ജനങ്ങളെ സംബന്ധിച്ച് ഉള്ളതാണ്. UDFിൻ്റെ കാലത്ത് സൗജന്യ ചികിത്സയുമായി ബന്ധപ്പെട്ട് 28.01 ലക്ഷം പേരാണ് ഉണ്ടായിരുന്നത്. ഈ കാലത്തത് 42.5% വികസിച്ചിട്ടുണ്ട്. കൂടുതൽ രോഗികൾ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണിത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഈ കാലത്ത് ഇത്തരത്തിലുള്ള ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ടേക്ക് പോകുന്ന നിലയാണ് സ്വീകരിച്ചത്. ഇത്തരത്തിൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന സർക്കാർ സംവിധാനത്തിനെതിരെ അടിസ്ഥാനരഹിതമായ രീതിയിലുള്ള ശക്തമായ പ്രചാരവേല ഇതിനെതിരായി സംഘടിപ്പിക്കുക എന്ന തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് UDFും ചില മാധ്യമങ്ങളും ചേർന്ന് അതിശക്തിയായ രീതിയിലുള്ളൊരു പ്രചരണ കൊടുങ്കാറ്റ് തന്നെ ലോകോത്തരമായിട്ട് വളർന്ന് വികസിച്ച നമ്മുടെ ജനകീയാരോഗ്യ പ്രസ്ഥാനത്തിന് നേരെ ഇപ്പോഴും വന്നിട്ടുള്ളത്. പൊതു ആരോഗ്യരംഗം ഇത്തരത്തിൽ ശക്തി പ്രാപിക്കുമ്പോൾ തന്നെ അതിനെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി സാധിക്കത്തക്ക രീതിയിൽ സ്വകാര്യ കച്ചവടക്കാർക്ക് വളരെ സഹായകരമായ സമീപനം. കാരണം മുമ്പ് UDF താഴെ തരത്തിലുള്ള എല്ലാ ആശുപത്രികളെയും സ്വകാര്യവൽക്കരിക്കാൻ ബോധപൂർവമായ നിലപാടുകൾ സ്വീകരിച്ചതായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ സ്വകാര്യവൽക്കരണത്തെ എതിർത്തുകൊണ്ടാണ് സ്വീകാര്യമായ രീതിയിൽ ആതുര ശുശ്രൂഷ മേഖലയിൽ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലും അവരുടെ പ്രശംസ പിടിച്ചു പറ്റത്തക്ക രീതിയിലും കേരളം മുന്നേറിയിട്ടുള്ളത്. അതിനെ മായ്ക്കാൻ, അതിനെ ജനങ്ങളുടെ മുമ്പിൽ തെറ്റായ ഒരു ബോധം രൂപപ്പെടുത്താൻ ഈ സ്വകാര്യ മേഖലയുടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാനാവാത്ത പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സ്വകാര്യ മേഖലകൾക്ക് വേണ്ടിയുള്ള അതിശക്തിയായ പ്രചാരവേല പൊതു ആരോഗ്യരംഗത്തെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് നടത്തുന്നവർ ഗൗരവപൂർവ്വം ആലോചിക്കണം. ഇത് വലിയ ജനദ്രോഹകരമായ ഒരു നിലപാടാണ് എന്നും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആരോഗ്യ മേഖല മുഴുവൻ പിടിമുറുക്കുന്നതിന് വിദേശ മൂലധന ശക്തികൾ വലിയ രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇവരുടെയെല്ലാം താല്പര്യം കേരളത്തിലെ പൊതുജനാസ്ഥാനത്തിൻ്റെ ഇടപെടൽ ശക്തി കുറക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ ആ തരത്തിലേക്ക് പ്രചാരവേല നയിക്കാൻ ശ്രമിക്കുന്നത് അപകടകരമായ ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണങ്ങൾക്ക് പിന്നിലുള്ള ഇത്തരത്തിലുള്ള ദുഷ്ടലാക്കുകൾ തുറന്ന് പറയാനും അത് ജനങ്ങളിൽ കൃത്യമായിട്ട് എത്തിക്കാനും മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം എന്നുകൂടി ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്കെതിരായി നടക്കുന്ന പ്രചരണങ്ങൾക്ക് പിന്നിൽ ഇത്തരത്തിലുള്ള ശക്തികളുടെ ആവശ്യത കൂടി ഉണ്ട് എന്ന കാര്യവും തിരിച്ചറിയണം എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോഴുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച കോട്ടയത്ത് നടന്ന പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായുള്ള ശുചിമുറി കോംപ്ലക്സ് ഒരു ഭാഗം അപകടത്തിൽപ്പെട്ട്
അത് തകർന്നു വീണ് 2 പേർക്ക് പരിക്ക് പറ്റുകയും ഒരു രോഗിയുടെ അമ്മ മരണപ്പെട്ടു എന്ന സംഭവം വളരെ ദൗർഭാഗ്യകരമായ ഒന്നാണ്. വലിയ രീതിയിൽ ഗവൺമെൻറ്റിനെതിരായി UDFും അതുപോലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും അതിനേക്കാൾ ശക്തിയായിട്ട് പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളും വസ്തുതകളായി പറയാൻ തയ്യാറാവേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. മരണപ്പെട്ടുപോയ സ്ത്രീയുടെ അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖം നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അവർക്ക് ആവശ്യമായ സഹായങ്ങൾ അടിയന്തരമായി സർക്കാർ ചെയ്ത് ആശ്വാസ നടപടികളിലേക്ക് പോകണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. കെട്ടിടത്തിൻ്റെ ബലക്ഷയം സംബന്ധിച്ച് വളരെ മുമ്പ് തന്നെ വ്യക്തമായ നിർദ്ദേശങ്ങൾ അവിടെ നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഇവിടെ ഒറ്റപ്പെട്ട നിലയിലല്ല, കഴിഞ്ഞ മാസം മന്ത്രിതലത്തിൽ ചേർന്ന ഒരു യോഗം ബലക്ഷയ പ്രശ്നം പൊതുവെ കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല, അത് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ ആ യോഗം തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ ബലക്ഷയം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 564 കോടി രൂപയുടെ പദ്ധതി കെട്ടിട നിർമ്മാണം ഉൾപ്പെടെ അവിടെ നടപ്പിലാക്കിയത്. ഈ 564 കോടി രൂപയുടെ അതിബൃഹത്തായ കെട്ടിട സമുച്ചയവും സൗകര്യവും അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. പുതിയ ബ്ലോക്കിലേക്ക് രോഗികളെ പ്രവേശിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഇതിനു പുറമെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ നിർമ്മാണവും നടന്നു വരികയാണ്. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുണ്ടായ ഈ അപകടം ആ സമയം മുതൽ രക്ഷാപ്രവർത്തനവുമായിട്ട് മുമ്പോട്ടേക്ക് പോയിരുന്നു എന്ന് കാണാൻ കഴിയും. വലിയ രീതിയിലുള്ള പ്രചാരവേല മന്ത്രിമാർക്കെതിരായി, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനും കോട്ടയത്തുകാരൻ കൂടിയായ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വാസവനുമെതിരായി ഇപ്പോൾ കെട്ടിച്ചമച്ച പ്രചാരവേലയിലൂടെ വലിയ സമരങ്ങളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും പോകും എന്ന ഞാൻ നേരത്തെ പറഞ്ഞ കനകുലു സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം അവർ ത്വരിതപ്പെടുത്തിയിരിക്കുകയാണ്. സംഭവം നടക്കുന്നത് 10:50 സൂപ്രണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. 11:15 മന്ത്രിമാരും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ അവിടെ എത്തി. ഫയർഫോഴ്സ് എത്തി. ഈ തറയുന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ
മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തി ആരംഭിച്ചപ്പോൾ അവിടെ അത്യാവശ്യം വേണ്ട JCB ആ ഇടിഞ്ഞു പിറന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടമുള്ള സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള അവസ്ഥ വന്നു. പിന്നീട് വഴിയിലുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് ആദ്യം ഹിറ്റാച്ചിയും പിന്നീട് JCBയും അവിടെ എത്തിയത്. ഏതെങ്കിലും രീതിയിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്ന് പ്രതിപക്ഷ നേതാവും മറ്റു ചില നേതാക്കളും പറയുന്നത് പോലെ ഒരു സംഭവവും ഉണ്ടായിട്ടില്ല. രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിട്ടേയില്ല. രക്ഷാപ്രവർത്തനം തുടരുകയായിരുന്നു. JCB എത്തിക്കുന്നതിന് തടസ്സമായത് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയാണ്. ആ വഴി വലിയ ഇരുമ്പ് ദണ്ണുൾപ്പെടെ വെച്ച് മറച്ചതായിരുന്നു. അത് കട്ട് ചെയ്തുകൊണ്ടാണ് പിന്നീട് ഹിറ്റാച്ചിയും അതുപോലെ JCB ഉള്ളിലേക്ക് പ്രവേശിച്ചത്. സ്വാഭാവികമായിട്ടും ഈ അവശിഷ്ടത്തിനിടയിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ അത് നീക്കിയാൽ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് എല്ലാവർക്കും അറിയുന്ന ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ആ പ്രക്രിയയിലേക്ക് പോയി. അവിടെയാണ് സ്ത്രീ അതിൻ്റെ ഇടയിൽ വിടുകയും മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടു. സ്ത്രീയുടെ ഭർത്താവ് തന്നെ ഈ കാര്യം മാധ്യമങ്ങളോട് പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ ഈ പ്രവർത്തനത്തിൽ തടസ്സമുണ്ടായി എന്ന് അവർ പോലും ആരോപണമായിട്ട് ഗവൺമെൻറ്റിനെതിരെ ഉന്നയിക്കുന്നില്ല.